ഇന്ന് നമ്മൾ കുറേ ഇംഗ്ലീഷ് ഗ്രാമർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? ഇപ്പോൾ ഒരു 16 ലെസണോളം, അതിലൊരു 2 ലെസൺ നമ്മൾ എന്താ ചെയ്ത് പഠിച്ച കാര്യങ്ങൾ നോക്കിയതാണ്. ബാക്കിയെല്ലാം തന്നെ നമ്മൾ ഗ്രാമറാണ് പഠിച്ചത്. കുറേ ഗ്രാമർ പഠിച്ചു എന്ന് കരുതിയിട്ട് നമുക്ക് എന്താ വി കാൻ ടു സ്പീക്ക്, സംസാരിക്കാൻ കഴിയില്ല. സോ നമുക്ക് അറിയുന്ന ഗ്രാമർ വെച്ചിട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാൻ പറ്റും. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമ്മൾ എന്താ സംസാരിക്കാൻ പോകുവാണ്. എങ്ങനെ പറയും? സംസാരിക്കാൻ പോകുവാണ്. എങ്ങനെ പറയുക? നമ്മൾ വി ആർ ഗോയിങ് ടു സ്പീക്ക് അല്ലെ? നമ്മൾ വി പോകുവാണ്, ആർ ഗോയിങ് ടു സ്പീക്ക്. നമ്മൾ സംസാരിക്കാൻ പോകുവാണ്. അപ്പൊ നമ്മൾ വീട്ടിൽ ഒരാൾ ഏറ്റു വന്നപ്പോൾ നമ്മൾ അല്ലെങ്കിൽ ഒരാളെ കണ്ടപ്പോൾ, നമ്മുടെ സുഹൃത്തുക്കളെ കണ്ടപ്പോൾ, ആരെയെങ്കിലും കണ്ടപ്പോൾ നമ്മൾ അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എന്തെന്ന് ചോദിക്കും? നീ രാവിലെ എപ്പോഴാണ് എഴുന്നേറ്റത്? നീ ഇന്ന് രാവിലെ എപ്പോഴാണ് എഴുന്നേറ്റത്? നീ പെട്ടെന്ന് നിങ്ങളിത് ക്വസ്റ്റ്യൻ ആക്കൂ. നീ ഇന്ന് രാവിലെ എപ്പോഴാണ് എഴുന്നേറ്റത്? എപ്പോഴാണ് എഴുന്നേറ്റത്? പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിൽ ക്വസ്റ്റ്യൻ വരട്ടെ. ഇന്ന് രാവിലെ എപ്പോഴാണ് നീ എഴുന്നേറ്റത്? എങ്ങനെയാണ്? എപ്പോഴാണ്, എപ്പോൾ. when did you get up this morning? നിങ്ങൾ ചോദിക്കൂ, when did you get up this morning? എങ്ങനെ ചോദിക്കുക? when did you get up this morning? നിങ്ങൾ പറയണം കേട്ടോ. ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കണമെങ്കിൽ നിങ്ങൾ സംസാരിച്ചു തന്നെ പഠിക്കണം. വേറൊരു വഴി നമ്മുടെ മുന്നിലില്ല. എങ്ങനെ പറയുക? when did you get up this morning? നീ ഇന്ന് രാവിലെ എപ്പോഴാണ് എഴുന്നേറ്റത്? when did you get up this morning? അപ്പൊ എന്താ പറയാ? ഇന്ന് ഞാൻ എഴുന്നേക്കാൻ കുറച്ച് താമസിച്ചു പോയി. ഇന്നു ഞാൻ എഴുന്നേൽക്കാൻ കുറച്ച് താമസിച്ചു പോയി. എങ്ങനെയാണ്? പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിൽ പറയൂ. ഇതെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമല്ല, അപ്പൊ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യം നിങ്ങൾക്കില്ല. നിങ്ങൾ പറയൂ, ഞാൻ എഴുന്നേൽക്കാൻ താമസിച്ചു പോയി. എങ്ങനെ പറയും? എഴുന്നേൽക്കാൻ. നമ്മൾ കഴിഞ്ഞ കാര്യമാണ് പറയണത് അല്ലെ? ഗെറ്റപ്പ് എന്തായി മാറും? ഗോട്ടപ്പ് എന്നായി മാറും. എഴുന്നേക്കാൻ സ്വല്പം താമസിച്ചു പോയി, ലിറ്റിൽ ലേറ്റ്. I got up a little late. എങ്ങനെയാണ്? I got up a little late. Get up past. I got up a little late. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, when did you get up this morning? നിങ്ങൾ പറയൂ. I got up a little late. ഇന്ന് എഴുന്നേക്കാൻ കുറച്ച് താമസിച്ചു പോയി. I got up a little late. ഇന്ന് എഴുന്നേക്കാൻ കുറച്ച് താമസിച്ചു. ഇനി ചിലവർ പറയും, ഞാൻ ഇന്ന് നേരത്തെ എഴുന്നേറ്റു, കാരണം എനിക്ക് കുറച്ച് പണികൾ ഉണ്ടായിരുന്നു. ഈ ഉണ്ടായിരുന്നു നമ്മൾ പഠിച്ചില്ല. ഓക്കെ, അത് നേരാണ്. ഈ ഉണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഹാർഡ് ഉപയോഗിക്കാം കേട്ടോ. നിങ്ങൾ ബുക്കിൽ എഴുതൂ. നമ്മളിത് പഠിക്കാത്ത ഒരു കാര്യമാണ്. ഉണ്ടായിരുന്നു. അപ്പോ ഞാൻ നേരത്തെ എഴുന്നേറ്റു എന്തെങ്ങനെ പറയും? I got up. എഴുന്നേറ്റു. I got up. Get up അല്ല, got up. എന്താണ്? I got up early. I got up early because I had. എന്തുണ്ടായിരുന്നു? I had some works. കുറച്ച് ജോലികൾ എനിക്ക് ഉണ്ടായിരുന്നു. I had some works. അപ്പോ ഇത് ഒരു ചോദ്യമാണ്. ചോദ്യത്തിന്റെ ഉത്തരമാണിത്. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ആൻസർ പറയൂ. when did you get up this morning? നേരത്തെ എഴുന്നേറ്റെന്നുള്ളവര് നേരത്തെ എഴുന്നേറ്റെന്ന് പറയൂ. I got up early today. I had some works. എനിക്ക് കുറച്ച് ജോലികൾ ഉണ്ടായിരുന്നു. ഇനി താമസിച്ചെഴുന്നേറ്റവർ ഇന്ന് താമസിച്ചാണ് എഴുന്നേറ്റെന്ന് എങ്ങനെ പറയും? I got up a little late. കുറച്ച് താമസിച്ചു പോയി. I got up little late. ഇനി ഒന്നും കൂടെ നിങ്ങൾ ഇനി എന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കൂ. This morning. Today I got up a little late. ശരിയാണ്. ഇന്ന് ഞാൻ എഴുന്നേക്കാൻ താമസിച്ചു പോയി. I got up a little late. ഞാൻ എഴുന്നേക്കാൻ കുറച്ച് താമസിച്ചു പോയി. അല്ലെങ്കിൽ എങ്ങനെ പറയും?
ഐ ഗോട്ട് അപ്പ് ഏർലി ടുഡേ. ഞാൻ നേരത്തെ എഴുന്നേറ്റു ബിക്കോസ് ഐ ഹാഡ് സം വർക്ക്സ്. എനിക്ക് കുറച്ച് ജോലികൾ ഉണ്ടായിരുന്നു. ക്ലിയർ? ഇതെല്ലാം നമ്മൾ ചോദിച്ചതും പഠിച്ചതുമായ കാര്യങ്ങളല്ലേ? ഓക്കെ, നെക്സ്റ്റ് അടുത്ത ചോദ്യം എങ്ങനെയാണ്? ഇന്നും രാവിലെ നീ എക്സസൈസ് ചെയ്തോ? ഇന്നും, ടുഡേ ഓൾസോ. ഇന്നും രാവിലെ നീ എക്സസൈസ് ചെയ്തോ? എങ്ങനെ ചോദിക്കും? എക്സസൈസ് ചെയ്തോ എന്ന് വേണം ചോദിക്കാൻ. നിങ്ങൾ തന്നെ പറയൂ, ഇന്നും രാവിലെ നീ എക്സസൈസ് ചെയ്തോ? ചോദിച്ചല്ലോ. എങ്ങനെയാ ചോദിക്കേണ്ടത്? ഡിഡ് യു എക്സസൈസ് ഇന്നും രാവിലെ, ദിസ് മോർണിംഗ് ഓൾസോ. Did you exercise this morning also? എന്താ ചോദിക്കുക? Did you exercise this morning also? ഇന്നും രാവിലെ നീ എക്സസൈസ് ചെയ്തോ? ഇന്ന് രാവിലെ ഞാൻ എക്സസൈസ് ചെയ്തില്ല. എങ്ങനെ പറയും? I didn't exercise this morning. ഇന്ന് രാവിലെ ഞാൻ എക്സസൈസ് ചെയ്തില്ല. I didn't exercise this morning. കുറച്ച് മടിയായിരുന്നു. എങ്ങനെ പറയും? മടിയായിരുന്നു. I was a little hesitant. ഓക്കെ, hesitant എന്ന് പറഞ്ഞാൽ മടി. അറിയത്തില്ലാത്തവര് എഴുതി വെക്കൂ കേട്ടോ. I was a little hesitant. എനിക്ക് കുറച്ച് മടിയായിരുന്നു. അപ്പൊ എങ്ങനെ പറയാ? I didn't exercise this morning. I was a little hesitant. എനിക്ക് കുറച്ച് മടിയായിരുന്നു. എങ്ങനെ പറയും? അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, did you exercise this morning also? Did you exercise this morning also? I was a little hesitant. എനിക്ക് കുറച്ച് മടിയായിരുന്നു. I didn't exercise this. ഇപ്പൊ നിങ്ങൾ ചിലവർ ചിന്തിക്കും ഇവിടെ ഡു വേണ്ടേന്ന്. ഡു ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം എക്സസൈസ് എന്ന് പറയുന്നത് തന്നെ എന്താണ്? ഒരു പ്രവൃത്തിയാണ്, അല്ലെ? സോ നമ്മളവിടെ ഡു ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. I didn't exercise this morning. I was a little hesitant. എനിക്ക് കുറച്ച് hesitant ആയിരുന്നു, മടിയായിരുന്നു. I was a little hesitant. എനിക്ക് മടിയായിരുന്നു. ഇനി ചിലവരാണെങ്കിൽ പറയും, എന്തെന്ന് പറയും? എക്സസൈസ് കൂടാതെ എൻ്റെ ഒരു ദിവസം തുടങ്ങാറേ ഇല്ല. എക്സസൈസ് ഇല്ലാതെ എൻ്റെ ഒരു ദിവസം തുടങ്ങാറേ ഇല്ല. എങ്ങനെ പറയും? മായ്ച്ചോട്ടെ. എങ്ങനെ പറയും? ഞാൻ എൻ്റെ ദിവസം തുടങ്ങാറേ ഇല്ല. ഐ ഡോണ്ട്. നിങ്ങൾ തന്നെ പറയൂ. തുടങ്ങാറേ ഇല്ല. ഐ ഡോണ്ട് സ്റ്റാർട്ട് മൈ ഡേ വിത്തൗട്ട് എക്സസൈസിങ്. ഐ ഡോണ്ട് സ്റ്റാർട്ട്. ഞാൻ തുടങ്ങാറേ ഇല്ല എൻ്റെ ദിവസം. ഐ ഡോണ്ട് സ്റ്റാർട്ട് മൈ ഡേ. ഇത് നിങ്ങൾക്കറിയാലോ, വിത്തിന് എഴുതുന്നതാണ് ഇങ്ങനെ, വിത്തൗട്ട്. ഞാൻ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, വിത്തൗട്ട് എക്സസൈസിങ്. ING വേണം, പൂർണ്ണമായിട്ടും നിങ്ങൾ എഴുതണം കേട്ടോ. ഐ ഡോണ്ട് സ്റ്റാർട്ട് മൈ ഡേ വിത്തൗട്ട് എക്സസൈസിങ്. EX + ING, എക്സസൈസിങ്. ഐ ഡോണ്ട് സ്റ്റാർട്ട് മൈ ഡേ വിത്തൗട്ട് എക്സസൈസിങ്. ചിലവരങ്ങനെയാണ്, അവർ അത്രയ്ക്കധികം ഹെൽത്ത് സെക്യൂർ ആക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവര് പറയും, ഐ ഡോണ്ട് സ്റ്റാർട്ട് മൈ ഡേ വിതൗട്ട് എക്സസൈസിങ്. എക്സസൈസിങ് ഇല്ലാതെ ഞാൻ എൻ്റെ ദിവസം തുടങ്ങാറേയില്ല. എന്നെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ഞാൻ എന്ത് പറയും? ഇനി ഞാൻ ചെയ്തില്ല. എങ്ങനെ പറയാം? ഐ ഡിഡ്ന്റ് എക്സസൈസ് ദിസ് മോർണിംഗ്. ഐ വാസ് എ ലിറ്റിൽ ഹെസിറ്റന്റ്. എന്നെ സംബന്ധിച്ച് അതാണ് കേട്ടോ. ചിലവരാണെങ്കിൽ എങ്ങനെ പറയും? ഐ ഡോണ്ട് സ്റ്റാർട്ട് മൈ ഡേ വിതൗട്ട് എക്സസൈസിങ്. അത് അവർക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ലാത്ത ഒരു കാര്യമാണ്, വിതൗട്ട് എക്സസൈസിങ്. എന്താണ് ഇത്? നിങ്ങൾ എൻ്റെ കൂടെ പറയാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയണത് കേട്ടോ. നിങ്ങൾ പറയുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ്. ഡിഡ് യു എക്സസൈസ്? ഞാൻ ചോദിക്കുകയാണ് നിങ്ങളോട്, ഡിഡ് യു എക്സസൈസ് ദിസ് മോർണിംഗ്?
പകുതിയിലധികം ആൾക്കാരും ഇപ്പൊ പറഞ്ഞത് ഇതാണ്, ഐ ഡോണ്ട് സ്റ്റാർട്ട് മൈ ഡേ വിതൗട്ട് എക്സസൈസ്. കാരണം ഇപ്പോൾ എല്ലാ ആൾക്കാരും ഹെൽത്ത് കെയർ ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെ. അപ്പോൾ വിതൗട്ട് എക്സസൈസിങ് ഇല്ലാതെ എൻ്റെ ദിവസം തുടങ്ങാറില്ല. റൈറ്റ്. ഇനി അടുത്ത ഒരു ചോദ്യം ഇങ്ങനെയാണ്, നീ എക്സസൈസിന് ശേഷമാണോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറ്? എക്സസൈസ് ചെയ്തതിന് ശേഷമാണോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറ്? ചോദിക്കൂ. ശേഷമാണോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറ്? പെട്ടെന്ന് ചോദിക്കൂ. കഴിക്കാറ്. ഡു യു ഹാവ്, ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് BF എന്ന് എഴുതാണ്, നിങ്ങൾ എഴുതുക ഡു യു ഹാവ് ബ്രേക്ക്ഫാസ്റ്റ്. നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറ് എപ്പോഴാണ്? എക്സസൈസിന് ശേഷമാണോ? ആഫ്റ്റർ. ഡു യു ഹാവ് ബ്രേക്ക്ഫാസ്റ്റ് ആഫ്റ്റർ കഴിഞ്ഞാൽ നമുക്കറിയാം EXING വേണം, എക്സസൈസിങ് എന്നാണ് കേട്ടോ. നിങ്ങൾ ഇത് അങ്ങനെ തന്നെ എഴുതുക. ഡു യു ഹാവ് ബ്രേക്ക്ഫാസ്റ്റ് ആഫ്റ്റർ എക്സസൈസ്. ഞാൻ ഇങ്ങനെയൊക്കെ എഴുതി വരുമ്പോഴത്തേക്ക് ടൈം നീണ്ടു പോകും, അതുകൊണ്ടാണ്. എങ്ങനെയാണ്? ഡു യു ഹാവ് ബ്രേക്ക്ഫാസ്റ്റ് ആഫ്റ്റർ എക്സസൈസ്? അതെ അതെ. ചിലവർ എന്താണ് അതെ YAA എന്ന് പറഞ്ഞാൽ അതെ. ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ പറയേണ്ടി വരും. അതെ തീർച്ചയായിട്ടും അതെ. അപ്പൊ എന്നോട് ചോദിക്കുകയാണ്, ഡു യു ഹാവ് ബ്രേക്ക്ഫാസ്റ്റ് ആഫ്റ്റർ എക്സസൈസിങ്? ചോദിക്കൂ, നിങ്ങൾ എന്നോട് ചോദിക്കൂ. എക്സസൈസിങ്? അതെ. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഡു യു ഹാവ് ബ്രേക്ക്ഫാസ്റ്റ് ആഫ്റ്റർ എക്സസൈസിങ്? ഇനി അല്ല, നോ, ഞാൻ ബ്ലാക്ക് ടീ കുടിച്ചതിന് ശേഷമാണ് എക്സസൈസ് ചെയ്യാറ്. എങ്ങനെ പറയും? ഞാൻ ബ്ലാക്ക് ടീ കുടിച്ചതിന് ശേഷമാണ് എക്സസൈസ് ചെയ്യാറ്. I exercise after drinking black tea. ചെയ്യാറ്. I exercise after കുടിച്ചതിനു ശേഷം, after drinking black tea. ബ്ലാക്ക് ടീ കുടിച്ചതിന് ശേഷമാണ് ഞാൻ എക്സസൈസ് ചെയ്യാറ്. I exercise after drinking black tea. എന്താണ്? Do you have breakfast after exercising? ചിലവർ എന്താ പറയുക? No, I exercise after drinking black tea. I exercise after drinking after drinking black tea. ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ബുദ്ധിമുട്ട് തോന്നാൻ പാടില്ല. കാര്യം എന്താ? നിങ്ങൾക്ക് ഇനിയും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം നിങ്ങൾ എൻ്റെ ഒപ്പം ട്രൈ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ട്രൈ ചെയ്യണം. സംസാരിക്കണമെങ്കിൽ സംസാരിക്കുക തന്നെ വേണം. ഞാനത് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. കുറേ ഗ്രാമർ ലേൺ ചെയ്ത് വെച്ചാൽ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. നമുക്കറിയാം, മറ്റൊരാൾ സംസാരിക്കുന്ന കേട്ടാൽ നമുക്ക് മനസ്സിലാവും അത് തെറ്റാണെന്ന്. പക്ഷെ അങ്ങനെ അറിഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ, നമ്മൾ സംസാരിക്കണ്ടേ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ സംസാരിക്കണം. അപ്പൊ നമ്മൾ എന്താണ് പറഞ്ഞത്? I exercise after drinking black tea. ഇനിയിപ്പോ അങ്ങനെ അതെ അതെ. അപ്പൊ എന്താ നമ്മൾ ചോദിക്കുക? ഡു യു ഹാവ് ബ്രേക്ക്ഫാസ്റ്റ് ആഫ്റ്റർ എക്സസൈസിങ്? എക്സസൈസിങ് കഴിഞ്ഞതിന് ശേഷമാണോ ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറ്? ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ അവരോട് എന്താ ചോദിക്കുക? ഇന്നലെ നീ ബ്രേക്ക്ഫാസ്റ്റിന് എന്താ കഴിച്ചത്? എങ്ങനെ ചോദിക്കുക? എന്താ കഴിച്ചത്? വാട്ട് ഡിഡ് യു ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റിന്? ഫോർ ബ്രേക്ക്ഫാസ്റ്റ് യെസ്റ്റർഡേ. ഇന്നലെ നീ ബ്രേക്ക്ഫാസ്റ്റിന് എന്താണ് കഴിച്ചത്? എങ്ങനെ ചോദിക്കുക? വാട്ട് ഡിഡ് യു ഈറ്റ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ് യെസ്റ്റർഡേ? വാട്ട് എന്താണ്, ഇന്നലത്തെ കാര്യം. ഡിഡ് യു ഈറ്റ്. കാരണം ഇതൊന്നും ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരണ്ട. നോ നീഡ്, ആവശ്യമില്ല. കാര്യം എന്താണ്? നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അതുകൊണ്ട് ഇതിന്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ആവശ്യമില്ല അല്ലേ? നേരല്ലേ ഞാൻ പറഞ്ഞത്? അപ്പൊ ആദ്യം കേൾക്കുന്നവർ വിചാരിക്കും എന്തുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അതിന്റെ ആവശ്യമില്ല. കാരണം നമ്മൾ കുറെ ക്ലാസ്സുകൾ പഠിച്ചു കഴിഞ്ഞു. ഇതൊക്കെ നിങ്ങൾക്കറിയാം, നിങ്ങളിപ്പോ മനസ്സിൽ പറയുന്നുമുണ്ട്. വാട്ട് ഡിഡ് യു ഈറ്റ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ് യെസ്റ്റർഡേ? എന്തിനിവിടെ ഫോർ? ബ്രേക്ക്ഫാസ്റ്റിന് എന്താണ് കഴിച്ചത്? എങ്ങനെയാ ചോദിക്കുക?
വാട്ട് ഡിഡ് യു ഈറ്റ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ് യെസ്റ്റർഡേ? ഇന്നലെ എന്താ ബ്രേക്ക്ഫാസ്റ്റ്? ഞാൻ സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറില്ല. എങ്ങനെ പറയാ? ഞാൻ സാധാരണ കഴിക്കാറില്ല. ഐ യൂഷ്വലി സാധാരണ കഴിക്കാറില്ല. ഐ യൂഷ്വലി ഡോണ്ട് ഈറ്റ്. ഐ യൂഷ്വലി ഡോണ്ട് ഈറ്റ്. സാധാരണ ഞാൻ ഡോണ്ട് ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. ഐ യൂഷ്വലി ഡോണ്ട് ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറില്ല. ഇനി ചിലവർ പറയും ഇന്നലെ ഞാൻ യെസ്റ്റർഡേ ഐ ഏറ്റ്. യെസ്റ്റർഡേ ഐ ഏറ്റ് എന്താണ്? ദോശ. ഞാൻ ദോശയാണ് ഇന്നലെ കഴിച്ചത്. യെസ്റ്റർഡേ ഐ ഏറ്റ് ദോശ. യെസ്റ്റർഡേ ഐ ഹാഡ് ദോശ. ഏറ്റിന് പകരം നമ്മളിവിടെ ഹാഡ് കൊടുക്കുകയാണെങ്കിൽ യെസ്റ്റർഡേ ഐ ഹാഡ് ദോശ. അപ്പൊ എന്താണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്? നിങ്ങൾ എന്നോട് ചോദിക്കൂ, എന്താണ് ഇന്നലെ കഴിച്ചതെന്ന് ചോദിക്കൂ. യെസ്റ്റർഡേ, ഇന്നലെ എന്താ കഴിച്ചു? അപ്പൊ ഞാൻ പറയാണ് യെസ്റ്റർഡേ ഐ ഏറ്റ് ദോശ. ദോശ ആൻഡ് ചട്നി. ദോശയും ചട്നിയുമാണ് ഞാൻ കഴിച്ചത്. യെസ്റ്റർഡേ ഐ ഏറ്റ് ദോശ ആൻഡ് ചട്നി. ആക്ച്വലി എനിക്ക് ദോശയും ചട്നി ഇഷ്ടമല്ല. സത്യമാ പറഞ്ഞ എനിക്ക് ദോശ, എനിക്ക് ഉഴുന്നിന്റെ ഒരു സാധനവും ഞാൻ കഴിക്കാറില്ല കേട്ടോ. പലരും അങ്ങനെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഉഴുന്ന് സാധനം ഇടുന്ന ഒരു സാധനം, ഞാൻ ഉഴുന്നുവട, സത്യമാണ് ഞാൻ ഉഴുന്നുവട ഇന്ന് കഴിക്കില്ല. ഉഴുന്നുവട ഞാൻ കഴിക്കും, ഉഴുന്നുവടയുടെ ആ മൊരിഞ്ഞ ഭാഗമില്ല അത് കഴിക്കും. ഉഴുന്നുവട ഞാൻ കഴിക്കാറില്ല. ഉഴുന്നുവട കഴിക്കാത്തവർ കമന്റ് ചെയ്തോളൂ, നമുക്കൊന്ന് സെയിം പിച്ച് എന്ന് പറയില്ലേ, അതെ, കുട്ടികളുടെ സെയിം പിച്ച് ആക്കിയേക്കാം. എനിക്ക് ഉഴുന്നുവട ഇഷ്ടമില്ല. ഞാൻ എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഉഴുന്നുവടയുടെ ആ ഒരു മൊരിഞ്ഞ ഭാഗം മാത്രമേ കഴിക്കാറുള്ളൂ. ആക്ച്വലി എനിക്ക് ഇഷ്ടമല്ല. ഐ ഡോണ്ട് ലൈക്ക് ദോശ. ഐ ഡോണ്ട് ലൈക്ക് ദോശ, എനിക്ക് ഇഷ്ടമല്ല. ഐ യൂഷ്വലി ഡോണ്ട് ഈറ്റ്. ഞാൻ കഴിക്കാറില്ല. നമ്മൾ സബ്ജക്റ്റ് വിട്ടുപോയോ? ഓക്കെ, ചുമ്മാ നിങ്ങൾക്ക് ബോറടിച്ചെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമ്മൾ ഇതും പഠിച്ചു. എന്താണ് നിങ്ങൾ ഇന്നലെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ചതെന്ന് ചോദിക്കാൻ പഠിച്ചു. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഓഫീസിൽ പോകുമ്പോൾ ഉച്ചയ്ക്ക് നീ എന്താ കൊണ്ടുപോകാറ്? അല്ലേ, ഓഫീസിലോട്ട് പോകുമ്പോൾ ഉച്ചയ്ക്ക് നീ എന്താ കൊണ്ടുപോകാറ്? എങ്ങനെ ചോദിക്കുക? നിങ്ങൾ നിങ്ങളുടെ ബുക്കിൽ ഒന്ന് എഴുതി വെച്ച ഒന്ന് സെന്റൻസ് ആക്കിക്കേ. ഓഫീസിൽ പോകുമ്പോൾ ഉച്ചയ്ക്കത്തേക്ക് അതായത് ഉച്ചയ്ക്ക് എന്താണ് കൊണ്ടുപോകാറ്? ചെയ്യൂ. എന്താണ് കൊണ്ടുപോകാറ്? ലഞ്ചിനു വേണ്ടി വാട്ട് ഡു യു ടേക്ക് ഫോർ ലഞ്ചിന് വേണ്ടി എന്താണ് എടുക്കാറ്? എപ്പോഴാണ്? ഓഫീസിൽ പോകുമ്പോൾ. നിങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ പോകുമ്പോൾ. വെൻ ആര്? യു ഗോ ടു ദ ഓഫീസ്. ടു ദ ഓഫീസ്. എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് കണ്ടിട്ട് നിങ്ങൾക്ക് ചിരി വരുന്നുണ്ടാവും അല്ലേ? ഓക്കെ, എന്താണ്? വാട്ട് ഡു യു ടേക്ക് ഫോർ ലഞ്ച് വെൻ യു ഗോ ടു ദ ഓഫീസ്? ഓഫീസിലോട്ട് പോകുമ്പോൾ ലഞ്ചിന് എന്താ നീ കൊണ്ടുപോകാറ്? ഓഫീസിലോട്ട് ലഞ്ചിന് ഉച്ചയ്ക്ക് എന്താ നീ കൊണ്ടുപോകാറ്? വാട്ട് യു, ഇവിടെ നിങ്ങൾ ബ്രിങ് ഉപയോഗിച്ചവരുണ്ടാവും. എന്ത് വേണമെങ്കിലും ഉപയോഗിക്കുക കേട്ടോ. എന്ത് വേണമെങ്കിലും പറഞ്ഞാൽ തോന്നുന്ന ഒരു വേർബ് അല്ല, അതിനോട് ചേരുന്ന, സെന്റൻസിനോട് ചേരുന്ന ഒരു വേർബ്. ഓക്കെ, വാട്ട് യു ടേക്ക് ഫോർ ലഞ്ച് വെൻ യു ഗോ ടു ദ ഓഫീസ്? ഒന്നുകൂടി ചോദിക്കൂ. വാട്ട് യു ടേക്ക് ഫോർ ദ ലഞ്ച് വെൻ യു ഗോ ടു ദ ഓഫീസ്? ഓഫീസിലോട്ട് പോകുമ്പോൾ എന്താണ് നീ എടുക്കാറ്? എന്താണ് കൊണ്ടുപോകാറ് ഉച്ചയ്ക്ക്? അപ്പൊ എന്താ പറയാ? ഞാന് ക്യാൻറ്റീനിൽ നിന്നാണ് സാധാരണ കഴിക്കാറ്. എന്താ പറയുക? ഞാൻ ക്യാൻറ്റീനിൽ നിന്നാണ് സാധാരണ കഴിക്കാറ്. നിങ്ങളിപ്പോ മനസ്സിൽ പറഞ്ഞല്ലോ, ഞാൻ സാധാരണ കഴിക്കാറ്. ഐ യൂഷ്വലി ഈറ്റ് ഫ്രം ദ ക്യാൻറ്റീൻ. I usually eat from the canteen. I usually eat from the canteen. ഞാൻ ഉച്ചക്കത്തേക്ക് ചോറ് കൊണ്ടുപോകാറില്ല. I don't എടുക്കാറില്ല. ടേക്ക് അല്ലെങ്കിൽ നമുക്കിവിടെ ബ്രിങ് ഉപയോഗിക്കാം. I don't bring. ഞാൻ എടുക്കാറില്ല. I don't bring to the office. To ഓഫീസിലേക്ക് ഞാൻ എടുക്കാറില്ല. I don't bring to the office. I don't take to the ഓഫീസിലേക്ക് ഞാൻ എടുക്കാറില്ല. I usually eat from the canteen. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണേ, വാട്ട് യു ടേക്ക് ഫോർ ലഞ്ച് വെൻ യു ഗോ ടു ദ സ്കൂൾ?
കുറേ ടീച്ചർമാർ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ഞാൻ അവരോട് ചോദിക്കുകയാണ്, വാട്ട് യു ടേക്ക് ഫോർ ദ ലഞ്ച് വെൻ യു ഗോ ടു ദ സ്കൂൾ? സ്കൂളിലോട്ട് പോകുമ്പോൾ നിങ്ങൾ എന്താ എടുക്കാറ് ഉച്ചയ്ക്ക്? ഓക്കെ, ഐ ഡോണ്ട് ബ്രിങ് ക്യാൻറ്റീൻ. ക്യാൻറ്റീനിൽ നിന്നാണ് കഴിക്കാറ്. അപ്പോ നമ്മൾ പറയാണ്, ഞാൻ ഉച്ചയ്ക്ക് ചോറാണ് കൊണ്ടുപോകാറ്. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് തന്നെ നമ്മുടെ കമന്റ് ബോക്സിൽ പെട്ടെന്ന് തന്നെ അത് ചെയ്തോളൂ കേട്ടോ. ഞാൻ ഉച്ചയ്ക്ക് ചോറാണ് കൊണ്ടുപോകാറ്. ഓക്കെ, അപ്പൊ ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, അടുത്തത് ഇങ്ങനെയാണ്, ഓഫീസിലെയും വീട്ടിലെയും എല്ലാം ജോലികൾ ഒന്നിച്ച് ചെയ്യുമ്പോൾ നിനക്ക് ബുദ്ധിമുട്ട് തോന്നാറുണ്ടോ? നമ്മൾ ചിലപ്പോൾ പലരോടും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഓഫീസിലെയും വീട്ടിലെയും ജോലി എല്ലാം കൂടി നിനക്ക് ബുദ്ധിമുട്ട് തോന്നാറുണ്ടോ? നിങ്ങളുടെ ബുക്കിൽ എഴുതി വെച്ച് പെട്ടെന്ന് ഒന്ന് ഇംഗ്ലീഷ് ആക്കൂ. ഓഫീസിലെയും വീട്ടിലെയും ജോലി എല്ലാം കൂടി ഒന്നിച്ച് ചെയ്യുമ്പോൾ നിനക്ക് ബുദ്ധിമുട്ട് തോന്നാറുണ്ടോ? പെട്ടെന്ന് ചെയ്യൂ, ഞാൻ അപ്പോഴത്തേക്ക് ഇത് മായ്ക്കട്ടെ. എന്താണ്? ഓഫീസിലെയും വീട്ടിലെയും ജോലി എല്ലാം കൂടി ഒന്നിച്ച് ചെയ്യുമ്പോൾ നിനക്ക് ബുദ്ധിമുട്ട് തോന്നാറില്ലേ? അപ്പൊ നിങ്ങൾ ഇത് നോക്കൂ, ഡോണ്ട് യു ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞാൽ ഇതൊന്ന് വേണമെങ്കിൽ നിങ്ങളൊന്ന് കാണാതെ പഠിച്ചോ. ബുദ്ധിമുട്ട് തോന്നാറില്ലേ എന്നാണ് ഇതിന്റെ അർത്ഥം. ബുദ്ധിമുട്ട് തോന്നാറില്ലേ? എങ്ങനെയാണ്? ഡോണ്ട് യു ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട്, ബുദ്ധിമുട്ട് തോന്നാറില്ലേ? അപ്പൊ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയൊന്ന് ചോദിക്കണം, ബുദ്ധിമുട്ട് തോന്നാറില്ലേ, നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നാറില്ലേ എന്ന് ചോദിക്കേണ്ട സാഹചര്യം വരുമ്പോൾ എങ്ങനെ ചോദിക്കുക? ഡോണ്ട് യു ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട്. നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നാറില്ലേ? ഡോണ്ട് യു ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട്, ബുദ്ധിമുട്ട് തോന്നാറില്ലേ? ഇനി എന്തിനാണ് ബുദ്ധിമുട്ട് തോന്നാറ്? ഓഫീസിലെയും വീട്ടിലെയും ജോലി എല്ലാം കൂടെ ഒന്നിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നാറില്ലേ? അപ്പൊ എന്താ ചോദിക്കുക? ഡിഫിക്കൽട്ട് ടു എന്താണ് തോന്നുക? ഒന്നിച്ച് ചെയ്യുമ്പോൾ. ടു കീപ്, കാര്യങ്ങളെല്ലാം ഒന്നിച്ച്. ടു കീപ് തിങ്സ് ടുഗദർ, ഒന്നിച്ച്, അല്ലെ? ടു കീപ് തിങ്സ് ടുഗദർ എവിടത്തെയൊക്കെയാണ്? അറ്റ് ദ ഓഫീസ് ആൻഡ് അറ്റ് ഹോം. എങ്ങനെയാണ്? To keep things together at the office and at home. Don't you find it difficult to keep things together at the office and at home? നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നാറില്ലേ? എങ്ങനെ ചോദിക്കുക? Don't you find it difficult to keep things together at the office and at school? സ്കൂളിലെയും കൂടെ. അപ്പൊ എങ്ങനെയാണ്? Don't you find it difficult to keep things together at the office and at home? വീട്ടിലെയും സ്കൂളിലെയും എല്ലാം കൂടെ ജോലി എല്ലാം കൂടെ നിങ്ങൾക്ക് ഒന്നിച്ച് ബുദ്ധിമുട്ട് തോന്നാറില്ലേ? ഓ, അതൊന്നുമില്ല. നിങ്ങനെ പറയും, ജോലിക്കാരൊക്കെ എന്താണെന്ന് പറയും? ഓ, നത്തിങ്. അതൊന്നുമില്ല. ഓ, നത്തിങ്. ഓ, നത്തിങ്. എനിക്കത് ശീലമാണ്. എനിക്കത് ശീലമാണ്. ഐ ആം യൂസ്ഡ് ഇറ്റ്. എനിക്കത് ശീലമാണ്. ഐ ആം യൂസ്ഡ് ഇറ്റ്. അപ്പോ ഇന്ന് ഞാനിങ്ങനെ പറഞ്ഞപ്പം നിങ്ങളും കൂടെ പറഞ്ഞിട്ടുണ്ടാകുമെന്നാണ് എൻ്റെ വിചാരം. അപ്പൊ നിങ്ങൾ നോക്കൂ, നമ്മൾ ഇതൊക്കെ എന്താ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് മാത്രമല്ലേ നമ്മൾ സംസാരിച്ചത്, അല്ലേ? അപ്പോ ഇന്ന് നമ്മുടെ കമന്റ് ബോക്സിൽ ചെറിയൊരു കോൺവെർസേഷൻ ഞാൻ നിങ്ങൾക്ക് തരാം. നിങ്ങൾ അതൊന്ന് ഇംഗ്ലീഷിൽ നമ്മുടെ ടൈപ്പ് ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങളുടെ ബുക്കിൽ നിങ്ങൾ പറയുക. അതല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ തന്നെ അങ്ങനെയൊക്കെ ചോദിച്ചും പറഞ്ഞുമൊക്കെ പഠിക്കുക. ഞാൻ വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ, ഇംഗ്ലീഷ് സംസാരിക്കണം എന്ന് അറിയണമെങ്കിൽ, ആഗ്രഹമുണ്ടെങ്കിൽ ഗ്രാമർ അറിയണം. അതറിയത്തില്ല, അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് ഒക്കെ സംസാരിക്കുന്നവരുടെ കൂടെ നമ്മൾ ജീവിക്കുന്നവരായിരിക്കണം. അങ്ങനെ അല്ലാത്ത പക്ഷം നമ്മൾ ഗ്രാമർ പഠിക്കണം. എന്ന് കരുതി ഗ്രാമർ മുഴുവനും ഒന്നും പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ നമുക്ക് അറിയുന്ന ഗ്രാമർ വെച്ചിട്ട് ഇപ്പൊ നമ്മൾ എന്തോരം കാര്യങ്ങൾ സംസാരിച്ചില്ലേ? അപ്പൊ നമുക്ക് സംസാരിക്കണമെങ്കിൽ നിങ്ങൾ മട്ടി പിടിക്കരുത്, നിങ്ങൾ സംസാരിക്കണം. അപ്പൊ ഇന്ന് നമ്മൾ എടുത്ത ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പൊ നിങ്ങൾ വീണ്ടും വീണ്ടും ഇത് കേട്ട് ഇങ്ങനെ പറഞ്ഞ് നിങ്ങൾ പഠിക്കണം. അങ്ങനെ കുറേ ക്ലാസ് ഞാൻ പഠിക്കാമെന്നും പറഞ്ഞ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ തരാം. നിങ്ങൾ അത് കേൾക്കുക,
പഠിക്കുക. കാണാതെ പഠിക്കുകയല്ലോ കേട്ടോ, പറഞ്ഞ് പഠിക്കുക. അപ്പോൾ നമ്മൾ ഓഗസ്റ്റ് 15-ാം തീയതി തുടങ്ങുന്ന നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് പ്രയോജനപ്പെടും, നിങ്ങൾക്കൊക്കെ ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നാളെ നമ്മുടെ ഗ്രാമറിൻ്റെ അടുത്ത ക്ലാസ് നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അത് അറിയിക്കുകയും കൂടെ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.